ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മല് ചെല്ലുകയാണ് കേട്ടോ ഇന്ദീവരം തറവാട്ടിലേക്ക്. എന്തിനു വേണ്ടി? സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. ഗൗരിമോളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നിർമ്മലിന്. ഗൗരിമോള് തന്നോട് അത്രമാത്രം മനസ്സ് തുറന്ന് സംസാരിച്ചു. എനിക്ക് എൻ്റെ പപ്പയെ വേണം, അത് മാത്രമല്ല എനിക്ക് പോലീസ് അങ്കിളിനെ എൻ്റെ പപ്പയായിട്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നേടിയെടുത്തതുപോലെ ആകും എന്നൊക്കെ പറഞ്ഞപ്പോൾ, സ്വന്തം പപ്പ ഇരിക്കുമ്പോൾ പോലീസ് അങ്കിൾ എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അത് നമ്മുടെ ഗൗരിമോളുടെ പപ്പ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മൽ എന്ത് ചെയ്തു? നേരെ പോവുകയാണ് ഇന്ദീവരം തറവാട്ടിലേക്ക്. അപ്പൊ ഏതായാലും അതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ പവിത്രേനെ കൊല്ലാനായിട്ട് ഇരു കൈകളുമായിട്ട് ഇങ്ങനെ അരുൺ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പൊ കൊല്ലും എന്ന രീതിയിലാണ് ചെല്ലുന്നത്. പെട്ടെന്ന് അങ്ങ് പിൻവലിഞ്ഞിട്ട് ഇവൾ എന്തിനാണ് എന്നെ ചതിച്ചത്, ഇതിന് പിന്നിൽ ആരാണ്, എല്ലാം എനിക്ക് കണ്ടെത്തണം, എല്ലാം കണ്ടെത്തിയിട്ട് ഇവളെ കൊന്നാ മതി, ഇപ്പൊ ഇവളെ കൊല്ലേണ്ട കാര്യമില്ല, ഇവളെ ഇപ്പൊ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും എനിക്കറിയാതെ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ പുറകെ കൂടെ ചെന്ന് കണ്ണു പൊത്തുകയാണ്. കണ്ണു പൊത്തിയിട്ട് അല്ല ഇതാരാന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ പവിത്ര ചോദിക്കുന്നുണ്ട്. അപ്പം അരുണൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ വീണ്ടും അരുൺ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ, എടി നിന്റെ മറ്റവനാടി, നീ ഓർത്തോ നിന്റെ മറ്റവനാണെന്ന് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വെളിയിൽ പറയുന്നില്ല. വീണ്ടും പവിത്ര ഇങ്ങനെ കൈയൊക്കെ തപ്പി നോക്കുമ്പോൾ പവിത്രയ്ക്ക് മനസ്സിലാവുകയാണ് അരുണാണെന്ന്. അങ്ങനെ അരുണേട്ടനാണല്ലേ, ഇതെന്താ അരുണേട്ടാ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു കണ്ണുകുത്തിക്കളിയൊക്കെ, ഇതെന്താ എന്നോടുള്ള സ്നേഹം ഇപ്പൊ കൂടി അരുണേട്ടന്, അല്ല കുറച്ചു നേരം മുമ്പ് കടന്നിൽ കുത്തി നടക്കായിരുന്നല്ലോ, ഇതെന്താ പറ്റിയത് എന്നൊക്കെ പവിത്ര ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ അരുൺ പറയുന്നത്, അല്ല എനിക്കിപ്പം നിന്നോടുള്ള സ്നേഹം കൂടുമല്ലോ, കാരണം വേറൊന്നുമല്ല, നീ ഇപ്പൊ അമ്മയാകാൻ പോവാണല്ലോ, നിന്റെ കുഞ്ഞിന്റെ അമ്മ എന്നിങ്ങനെ എടുത്തു പറഞ്ഞു. അപ്പൊ അതിലെ മോഹിനി വന്നുട്ടോ. മോഹിനി വന്നപ്പോ എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്? അത് പിന്നമ്മേ ദേ ഈ അരുണേട്ടനുണ്ടല്ലോ എന്റെ പുറകിൽ കൂടെ വന്ന് കണ്ണു പൊത്തി പിടിച്ചിരിക്കുന്നു. ആഹാ, ഇപ്പൊ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറിയോ? അപ്പം നമ്മുടെ അരുൺ പറഞ്ഞു, എന്ത് പിണക്കം, ഞങ്ങൾ പിണക്കമൊന്നും ഇല്ലായിരുന്നല്ലോ. പിണക്കമൊന്നും ഇല്ലാതിരുന്നാ മതി, ഇതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം, സ്നേഹിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന കാണാനാ ഈ അമ്മയ്ക്ക് ആഗ്രഹം. പിന്നെ ഇവക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ അതിന് സാധിച്ചു കൊടുക്കണം. കാരണം നിന്റെ കുഞ്ഞാണല്ലോ വയറ്റി കിടക്കുന്നത്, ആ ഒരു പരിഗണന ഇവക്ക് കൊടുത്തേ പറ്റൂ. അപ്പം നമ്മുടെ അരുൺ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ കുഞ്ഞ്, അവള് വല്ലോൻ്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ വരെ പറ്റിക്കുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പൊ നമ്മൾ മോഹിനി പറഞ്ഞു, എന്താടാ അരുണെ നിനക്ക് പറ്റിയത്? നീ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം നീ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടാണല്ലോ നിന്നത്, ഇത്ര പെട്ടെന്ന് നീ മാറിയോ? നിനക്ക് എന്താ ഓന്തിന്റെ സ്വഭാവമോ? അത് പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല ഇരുന്നത്, ഭയങ്കര ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ നിന്നതല്ലാതെ എനിക്ക് ആരോട് ദേഷ്യം, എന്തിന് ദേഷ്യം? അല്ല പിന്നെ ഇവക്ക് സദ്യ മേടിച്ചു കൊടുക്കാത്തതാണെങ്കിൽ ആർക്കൊക്കെ സദ്യ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ തന്നെ ഒരു വലിയ സദ്യ ഒരുക്കാം. അപ്പം മോഹിനി പറഞ്ഞു, വലിയ സദ്യ ഒന്നും ഒരുക്കണ്ട, പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇവക്ക് സദ്യ കഴിക്കണമെങ്കിലും ബിരിയാണി കഴിക്കണമെങ്കിലും ഇനി ആകാശത്തെ അമ്പിളി മാമനെ പിടിച്ചു കൊടുക്കണമെങ്കിൽ നീ അത് ചെയ്യണം, കാരണം നിന്റെ കുഞ്ഞാണ് വയറ്റി കിടക്കുന്നത്. വീണ്ടും ഇത് കേട്ടത് നമ്മുടെ അരുണിന് കലി വരുന്നുണ്ട് കേട്ടോ. ഏതായാലും അരുൺ കലിയൊന്നും കാണിക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ പവിത്രോട് അരുൺ വീണ്ടും ആവർത്തിച്ച് പറയാ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും നിന്റെ കുഞ്ഞിന് വേണ്ടിയെന്ന്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെന്നല്ല നിന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ പവിത്ര ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കനകമ്മത്തള്ള വരുന്നത്. എന്റെ കനകമ്മത്തള്ള വന്നിട്ട് പറഞ്ഞു, അല്ല സദ്യ ഒരുക്കുന്ന കാര്യം പറയുന്നത് കേട്ടു, എങ്കിലും എനിക്കും ഒരു സദ്യ വേണം. ഞാനേ ഒരു കാര്യം ചെയ്തിരിക്കുക, ഞാനിപ്പോ ലീവ് എടുത്തത് എന്തിനാണെന്ന് അറിയാമോ? 2-3 ദിവസം ഞാൻ ലീവ് എടുത്ത് ഇവിടുന്ന് മാറിപ്പോയത് പവിത്ര കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. എന്റെ വീട്ടിൽ എന്റെ മക്കള് ചോദിച്ചു, ആരാണ്ട കുഞ്ഞിന് വേണ്ടി എന്തിനാ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കൊരു ആത്മാർത്ഥതയാ ഈ കുഞ്ഞിനോടും പവിത്രയോടും ഒക്കെ. അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും, എന്തും പ്രാർത്ഥിക്കും, അതിനൊരുമ്പെട്ട് തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ കനകമ്മ. അപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു, ഇന്ന ഈ പൈസ ഇരിക്കട്ടെ കയ്യിലെന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്തപ്പം പൈസ മേടിച്ചോണ്ട് കനകമ്മ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ പവിത്ര ചോദിക്കുന്നത്, എന്തിനാ അരുണേട്ടാ എപ്പോഴും ആ തള്ളക്ക് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്? അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, വേണ്ടായിരുന്നു, ആ പൈസയൊന്നും കൊടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം, പൈസയൊക്കെ കൊടുക്കാം, അല്ല നമുക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണല്ലോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കാതിരിക്കുന്നത് എന്തിനാ? പൈസ കൊടുക്കാം, അതിനിപ്പോ എന്താ?
ഈ പൈസ കൊടുത്ത് ഞാൻ എന്തും നേടും, പൈസ കൊടുത്താലേ നേടാൻ പറ്റുള്ളൂ എന്നൊക്കെ മുള്ളും മുനയൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പവിത്ര വീണ്ടും ചോദിക്കുക, എന്താ അരുണേട്ടന് പറ്റിയത്? അരുണേട്ടൻ പരസ്പര ബന്ധമില്ലാത്ത കാര്യമാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മോഹിനി അങ്ങ് പോവുകയാണ്. അരുണാണ് മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയം നമ്മുടെ നിർമ്മലിനെ കാണിക്കുക. നിർമ്മലാണെ മദ്യപിച്ച് ഊക്കുറ്റിയായിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് മദ്യപിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപിക്കും തോറും ആ കുഞ്ഞിന്റെ മുഖമാണ് നമ്മുടെ നിർമ്മലിന് ഓർമ്മ വരുന്നത്. ആ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. അങ്ങനെ ഇത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ സത്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ, എന്നാ പിന്നെ അരുണിനോട് പറയാതെ പറഞ്ഞ് അരുണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അരുണിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അരുണിന്റെ മാനസികാവസ്ഥ അറിയാലോ, നമ്മുടെ നിർമ്മലിനേക്കാളും അങ്ങേയറ്റമാണ് അരുണിന്റെ മാനസികാവസ്ഥ. അങ്ങനെ നമ്മുടെ അരുണിനോട് ഏകദേശം സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അരുണിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർമ്മൽ പറയുന്നത്, നിർമ്മൽ എനിക്കൊരു കാര്യം പറയാൻ, നിർമ്മലല്ല സോറി അരുൺ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും നമുക്ക് സ്വന്തം കുഞ്ഞ് നമ്മളെ അച്ഛാന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥത തോന്നും. പക്ഷെ വേറൊരു കുഞ്ഞ് നമ്മളെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥത തോന്നുമോ? നമ്മുടെ സ്വന്തം കുഞ്ഞ് തന്നെ ആയിരിക്കണമല്ലോ. അല്ലാതെ വേറൊരുത്തന്റെ കുഞ്ഞ് നമ്മളെ വന്ന് അച്ഛാന്നോ പപ്പയെന്നോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം വേറൊന്നുമല്ല പറയുന്നത്, നിർമ്മല് ആ കുഞ്ഞിന്റെ അച്ഛനല്ല, അതായത് ഗൗരിയുടെ അച്ഛനല്ല എന്ന് പറഞ്ഞു വരുന്നതാണ് നിർമ്മല്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ അരുണിന് ഓർമ്മ വരുന്നത് പവിത്രയുടെ കാര്യമാണ്. അപ്പൊ ഈ പവിത്രയായിട്ടാണ് ഈ സംഭവം റിലേറ്റ് ചെയ്യുന്നത് ആര്, നമ്മുടെ അരുണ്. പക്ഷെ നന്ദയോ ഗൗരിമോളോ നിർമ്മലോ ഒന്നും ഇടയ്ക്ക് കയറി വരുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അരുൺ പറയുക, ശരിയാ, 100% പറഞ്ഞത് ശരിയാ, അതെ, ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ എന്നെ അച്ഛാന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ വായി തോന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അങ്ങ് പോവുക. അപ്പൊ നിർമ്മലിനൊട്ട് പിടി കിട്ടുന്നില്ല. എന്താണ് അരുൺ ഉദ്ദേശിച്ചത് നിർമ്മലിന് മനസ്സിലായില്ല. ഈ സമയത്താണെങ്കിൽ ഇന്ദിവരം തറവാട്ടിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹിനിക്ക് ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല, കുഞ്ഞിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ അവിടെ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് മോഹിനി. എന്നിട്ട് മോഹിനിക്ക് പറയാനുള്ളത്, ഈ സ്വത്തിന്റെ അവകാശം ഇവിടുത്തെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. സ്വത്തുക്കളുടെ അവകാശം പഠിപ്പിക്കുവോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കുവോ വസ്ത്രം മേടിച്ചു കൊടുക്കുവോ അച്ഛനാവോ അമ്മയാവോ ഒക്കെ ചെയ്തോ, പക്ഷേ ഈ സ്വത്തിന്റെ അവകാശം കൊടുക്കേണ്ടത് രക്തത്തിൽ പിറന്ന കുഞ്ഞിന് തന്നെ ആയിരിക്കണം. അത് പിന്നെ ഇനിയിപ്പോ ഒത്തിരി മുന്നോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തു വെക്കണം. അരുന്ധതി ഏടത്തിയുടെ കാര്യത്തിന് ഒരു തീരുമാനം, അരുന്ധതിയുടെ കാര്യത്തിന് ഒരു തീരുമാനം എന്നല്ല പറയുന്നത്, അരുന്ധതിയുടെ വയസ്സും പ്രായമൊക്കെ ചെന്ന് വരികയല്ലേ. അപ്പൊ അതിനു മുമ്പ് തന്നെ തീരുമാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തു വെക്കണം എന്നൊക്കെയാണ് ഇങ്ങനെ മോഹിനിയും അതുപോലെ തന്നെ മോഹിനിയുടെ ഭർത്താവും പറയുന്നത്. ഇത് കേട്ട ഉടനെ നമ്മുടെ ഗൗതമൊക്കെ പറയുന്നുണ്ട്, എന്താ ഈ പറയുന്നത്, ഇപ്പം ഈ വക കാര്യങ്ങൾ ചിന്തിക്കാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായത്, ഇവിടെ സ്വത്തും വീതമൊന്നും ആരും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതം. അപ്പോഴും മോഹിനി പറയുന്നത്, ഇനി ഇവിടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനാണല്ലോ സ്വത്ത്, ഇനി ഈ രക്തത്തിൽ പിറക്കാൻ പോകുന്നത് ഈ കുടുംബത്തിന്റെ അവകാശം എന്ന് പറയുന്നത് അരുണിന്റെ കുഞ്ഞാണല്ലോ. അപ്പൊ അരുണിന്റെ കുഞ്ഞിന് തന്നെ ഈ അവകാശങ്ങളൊക്കെ പോകണമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, മോഹിനി പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഏതായാലും ഈ സ്വത്തും ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അത് ആർക്ക് കൊടുക്കുമോ ആർക്ക് കൊടുക്കാതിരിക്കുമോ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പിന്നെ നന്ദുമോന്റെ സ്ഥാനം ആരും തട്ടിത്തെറിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. നന്ദുമോൻ ഈ കുടുംബത്തിന്റെ മാലാഖയായിട്ട് വന്നതാണ് നന്ദുമോൻ. നമ്മുടെ ഈ കുടുംബം ചത്തു മരവിച്ച് കിടന്നപ്പം നമ്മളെ ഉയർത്തെഴുന്നേപ്പിച്ചതാണ് നന്ദുമോൻ. ആ നന്ദുമോൻ കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിൽ എനിക്കാരും ഉള്ളൂ, ഞങ്ങൾക്കുള്ളതെല്ലാം നന്ദുമോന് തന്നെയാ. പിന്നെ ഈ കുടുംബം മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മഹേശ്വരനും പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് ഞങ്ങളുടെ നന്ദുമോന് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് മോഹിനി പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ പറയാം, കാരണം നിങ്ങളുടെ മകന് വേറെ കൊച്ചില്ലല്ലോ, പക്ഷെ ഞങ്ങളുടെ മകന് സ്വന്തമായിട്ടൊരു കൊച്ചുണ്ട്, രക്തത്തിൽ തന്നെ ഒരു കൊച്ചു പിറക്കാൻ പോകും, ഒരു ആൺകുഞ്ഞ്. ഇത് കേട്ടതും, അല്ല പിറക്കുന്നതിന് മുമ്പ് ആൺകുഞ്ഞാന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത് ഇങ്ങനെ ചോദിച്ചപ്പോൾ, അത് ആൺകുഞ്ഞാന്ന് എനിക്കറിയാം, അല്ലെങ്കിലും ആൺകുഞ്ഞ് തന്നെയായിരിക്കും അതൊക്കെ എനിക്കറിയാമെന്ന് മോഹിനിയൊക്കെ പറഞ്ഞങ്ങോട്ട് വരുത്തുകയാണ്. ഇല്ലാത്ത പുള്ളക്കാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് മോഹിനിക്ക് അറിയില്ലല്ലോ. ഏതായാലും ഇങ്ങനെ ഇവര് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് വേറൊരു രക്തത്തിൽ പിറന്ന കുട്ടി ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ മോഹിനിയുടെ കൊച്ചുമോൻ തന്നെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ വെളിയിൽ ഇന്ദിവരം തറവാട്ടിന്റെ വെളിയിൽ ഡോറിൽ വന്ന് ഒരാൾ മുട്ടുമല്ല കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പൊ കുറെ പ്രാവശ്യം ഇങ്ങനെ കോളിംഗ് ബെൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നിൽക്കുക. ദേഷ്യം വരിക അരുന്ധതിക്ക്, ഇത് ആരായി മാനേഴ്സ് ഇല്ലാതെ വന്ന് ഇങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി തുറക്കാൻ തുടങ്ങുകയാണ്. അപ്പം തുറക്കാൻ തുടങ്ങുമ്പോൾ ആരാ, നമ്മുടെ നിർമ്മലാണ്. ഏതായാലും നിർമ്മലിനെ കാണുമ്പോഴത്തേക്ക് ഇവർ വല്ലാത്തൊരവസ്ഥയിൽ ഞെട്ടി നിൽക്കും. ഏതായാലും നിർമ്മലന് വേറെ ആരോടും അല്ല, നമ്മുടെ ഗൗതമിനോട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഇവനോടൊക്കെ ആരാ സംസാരിക്കുന്നത്, ഇവനെ ഇറക്കി വിടുന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മുടെ ഗൗതം സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഗൗതം ചെല്ലുകയാണ് നിർമ്മലിന്റെ അടുത്തേക്ക്. പക്ഷെ നിർമ്മല് മദ്യപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നിർമ്മല് പറയുന്നത് എന്തായിരിക്കാം,
അങ്ങനെ വെറുതെ മദ്യപിച്ചിട്ടാണെങ്കിലും വെറുതെ ഒരാളിങ്ങനെ പറയില്ല എന്ന് നമ്മുടെ ഗൗതമിന് അറിയാം. ഏതായാലും ഗൗതം എന്താണ് തീരുമാനം എടുക്കാനൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മൾ നാളത്തെ പ്രമോ വിശേഷവുമായി ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.